നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 13-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി മന്ദൻ്റെ ദിവസമാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ എന്താണ്? പതുക്കെ സഞ്ചരിക്കുന്നവൻ, എല്ലാ കാര്യങ്ങളെയും ഡിലേ ആക്കുന്നവനാണ് ശനി. അതുകൊണ്ടാണ് ശനിയെ നമുക്കെല്ലാവരും ഭയക്കുന്നത്. ശനി പതുക്കെ സഞ്ചരിക്കുകയുള്ളൂ, മൊണ്ടിയാണ്. അതുകൊണ്ട് ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ശനീശ്വരനെ നമുക്കിന്ന് മാക്സിമം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിടപെടണം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് തടസ്സവും വിഷമവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാൻ ഇടവരും. പക്ഷേ വൃശ്ചിക മാസത്തിലെ അത്തം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, ടെൻഷനും നമുക്ക് അനുഭവിക്കാനിടവരും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരും. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, കാര്യതടസ്സം വരും, രോഗാദി ദുരിതങ്ങൾ വരും, ശത്രുഭയം കൂടും. ശനി എപ്പോഴും നെഗറ്റീവ് ഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വെറുക്കും. നമ്മൾ ചെയ്യുന്ന പോസിറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ആ പോസിറ്റീവ് കിട്ടാതെ വരും. അതാണ് ശനിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം. അതുപോലെ ശനി മൊണ്ടി ആയതുകൊണ്ട് ചെറിയ വീഴ്ച, ചതവ്, മുറിവ്, കാലിന് ബുദ്ധിമുട്ട് ഒക്കെ വരുത്താൻ ഇടവരും. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം. ദൂരെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് അമ്പലത്തിൽ പോക്കൊക്കെ നടക്കണമെന്നില്ല. സൂര്യഭഗവാനെ തൊഴുക. ഒരു ശനീശ്വര യന്ത്രം, ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇന്ന് രാവുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിനിറങ്ങാം. ഒന്ന് ശനിയാണ്, കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നവനാണ്. അപ്പോൾ രാവുകാല സമയത്ത് ഇറങ്ങിയും കൂടി ചെയ്യുകയാണെങ്കിൽ പാമ്പ് ചുറ്റിക്കുകയും ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടി രാവുകാല സമയം നോക്കി പോകണം. 9 തൊട്ട് 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണി 27 മിനിറ്റിനെ രാവുകാലം തുടങ്ങുകയുള്ളൂ. 10 മണി 53 മിനിറ്റ് വരെ രാവുകാലമുണ്ട്. അപ്പോൾ നമ്മൾ 9 മണിക്ക് തുടങ്ങൂല, 9:27 തുടങ്ങുകയുള്ളൂ. 10:30 തീരുമില്ല, 10:53 തീരുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി വേണം. അതുകൊണ്ടാണ് രാവുകാലത്തിൻ്റെ കലണ്ടറിൽ ഇട്ടിക്കുന്നതിന് ഞാൻ വ്യത്യസ്തമായിട്ട് എല്ലാ ദിവസവും പറഞ്ഞു തരുന്നതിന് കാരണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും അതും സൂക്ഷിക്കണം. കലണ്ടറിൽ ഇട്ടിക്കുന്ന സമയവുമായിട്ട് ബന്ധം ഇല്ല. 6 മണി 36 മിനിറ്റ് തൊട്ട് 8:02 വരെ ഗുളികകാല സമയവും 1 മണി 44 മിനിറ്റ് തൊട്ട് 3 മണി 10 മിനിറ്റ് വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:55 തൊട്ട് 12:43 വരെ ആണ്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം. കളറിന് പ്രത്യേകതയുണ്ട്. നീല കളറോ കറുത്ത കളറോ ശനിയുടെ നെഗറ്റീവ് ദോഷത്തെ കുറയ്ക്കാനും ശനിയുടെ പോസിറ്റീവ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രധാരണം, ഇത് മിക്സായിട്ടുള്ള വസ്ത്രമെങ്കിലും ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.